കർത്താവിൻ്റെ നല്ല വചനം നമ്മളിന്ന് ശ്രദ്ധിക്കുമ്പോൾ ഹല്ലേലൂയ, റോമരുടെ ലേഖനം 5-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ നിന്ന് നമുക്കൊന്ന് പഠിക്കാം. ഹല്ലേലൂയ, നമുക്ക് ശ്രദ്ധിക്കാം. റോമരുടെ ലേഖനം റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് നമ്പേഴ്സ് 20 and 21. റോമൻസ് 5:20, റോമരുടെ ലേഖനം 5:20 ഇങ്ങനെ പറയുന്നു: God's law was given so that all people could see how sinful they were. But as people sinned more and more, God's wonderful grace became more abundant. Hallelujah. റോമർ 5:20. ദൈവത്തിൻ്റെ നിയമം നമുക്ക് തന്നിരിക്കുന്നത്, നിയമം വന്നപ്പോൾ എന്ത് പറ്റി? നമ്മളുടെ പാപം എത്രത്തോളം ഉണ്ട്, നമ്മൾ എവിടൊക്കെയാണ് തെറ്റുന്നത് എന്ന് കാണാനിടയായി. അപ്പം നിയമം എന്ത് ചെയ്തു? നമ്മുടെ പാപങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരുന്നു. നമ്മൾ ലോകത്താണേലും നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പം കുറേ നിയമങ്ങളുണ്ടല്ലേ. ആ നിയമങ്ങൾ എന്തിനാ? നമ്മൾ എവിടെയാണ് തെറ്റിപ്പോകുന്നതെന്ന് നമ്മളെ കാണിക്കാനാണ്. നമ്മളൊരു സ്കൂളിൽ പഠിക്കാൻ എൻറോൾ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ എൻറോൾ ചെയ്താൽ, ആ സ്കൂളിന് യൂണിവേഴ്സിറ്റിക്കൊക്കെ ഒരു റൂൾ ബുക്കുണ്ട്. ആ റൂൾ ബുക്കിനകത്ത് ഇങ്ങനെ പറയും, നിങ്ങൾ യൂണിഫോം ഇങ്ങനെ ഇടണം, വേഷം ഇങ്ങനെ ധരിക്കണം, ഇങ്ങനെ വേണം, ഇത്ര % അറ്റൻഡൻസ് വേണം, ഇന്ന വിധത്തിൽ ഇത്ര സമയത്ത് അറ്റൻഡൻസിന് സ്കൂളിൽ കയറണം, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ കയറണം, ക്ലാസ്സിൽ കയറണം, അങ്ങനെ കുറേ നിയമങ്ങൾ കൊടുക്കും. അപ്പോൾ ഫീ ഡീഫോൾട്ട് വന്നാൽ എന്താണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതെന്തിനാണ്? നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് കമ്പയർ ചെയ്യാം. ഓക്കെ, നിയമപ്രകാരം ഞാൻ ചെയ്തത് കറക്റ്റാണോ തെറ്റാണോ എന്ന് നമുക്ക് തിരിച്ചറിയാം. അപ്പോൾ നിയമത്തിൻ്റെ ജോലി അത്, ലോ വന്നത് അതിനു വേണ്ടിയാണ്. നമ്മുടെ തെറ്റ്, നമ്മൾ എവിടെ തെറ്റിപ്പോകുന്നോ ആ തെറ്റ് നമ്മളെ ചൂണ്ടിക്കാണിക്കാൻ. സോ വചനം പറയുന്നു, നമ്മൾ ജീവിച്ച നിലവാരമനുസരിച്ച് നിയമത്തിൻ്റെ കീഴിൽ ജീവിച്ചപ്പോൾ ആർക്കും ഈ നിയമം ഒന്നും പാലിക്കാൻ പറ്റില്ല. 100% ഈ നിയമം എല്ലാം പാലിച്ച് നടക്കാൻ പറ്റത്തില്ല. നമ്മളൊരു സ്കൂളിലോ അല്ലെങ്കിൽ ഒരു കോളേജിലോ അല്ലെങ്കിൽ ഒരു ഓഫീസിലോ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ 7:30 എത്തിയിരിക്കണം, പക്ഷേ ട്രാഫിക്കിൻ്റെ ഇടയിൽ 7:30 എത്താൻ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ ഒരു നിയമം ലംഘിച്ചില്ലേ, അല്ലെങ്കിൽ ഒരു റൂൾ പൊട്ടിച്ചില്ലേ, ചിലപ്പം പറയും ഓക്കെ എക്സാക്ട്ലി ബ്ലാക്ക് സോക്സ് ഇട്ടുകൊണ്ടായിരിക്കണം വരണ്ടേ, പക്ഷേ എക്സാക്ട്ലി ബ്ലാക്ക് സോക്സ് കിട്ടിയില്ല എങ്കിൽ ഒരു നേവി ബ്ലൂ എടുത്തിടും. അപ്പം നിയമം ലംഘിച്ചില്ലേ. സോ അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പം നിയമത്തിൻ്റെ ഉത്തരവാദിത്തം നമ്മൾ എവിടെ തെറ്റിപ്പോകുന്നു എന്ന് കാണിക്കാനാണ്. എല്ലാവർക്കും നിയമമൊന്നും എല്ലാം പാലിക്കാൻ പറ്റത്തില്ല. അപ്പം തിരുവചനം നമ്മളോട് പറയുന്നു, ഹല്ലേലൂയ, പക്ഷേ എവിടെ പാപം പെരുകി അവിടെ ദൈവത്തിൻ്റെ കൃപ പെരുകാനും തുടങ്ങി. എന്തിനാ കൃപ പെരുകാൻ തുടങ്ങിയത്? ഈ നിയമമെല്ലാം എല്ലാവരും തെറ്റിച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ക്രോധപ്രകാരം ഒരു മനുഷ്യനും ഭൂമിയിൽ ജീവനോടെ ഇരിക്കത്തില്ല. മനുഷ്യനെ മൊത്തം നശിപ്പിച്ച് കളയേണ്ടി വരും. സോ യേശു കർത്താവ് വന്നപ്പം, യേശു കർത്താവിൻ്റെ മരണത്തിൽ ദൈവത്തിൻ്റെ സകല ക്രോധവും തീർന്നു. എല്ലാ ക്രോധവും യേശുവിൽ അങ്ങ് തീർന്നു. അതുകൊണ്ട് മനുഷ്യരുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം ഇനിയും വരത്തില്ല, യേശു ഉള്ളത് കാരണം. അപ്പോൾ യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് കാരണം യേശുവിലൂടെയാണ് പിതാവായ ദൈവം മനുഷ്യരെ എല്ലാവരെയും കാണുന്നത്, മനുഷ്യകുലത്തിനെ കാണുന്നത്. എവിടെ പാപം വന്നു, എവിടെ തെറ്റ് വന്നു, അവിടെ ഈ മനുഷ്യനെ തിരുത്തിക്കൊണ്ടുവരാനായിട്ട് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. നിയമം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ മനുഷ്യൻ്റെ ആത്മാവിനെ ദൈവത്തിന് കിട്ടത്തില്ല, ഈ മനുഷ്യനെ തിരിച്ചു കിട്ടത്തില്ല. അപ്പം ദൈവം എന്ത് ചെയ്തു? ആ മനുഷ്യൻ, അല്ലെങ്കിൽ മനുഷ്യർ രക്ഷപ്പെടാനായിട്ട് ഒരു മാർഗമേ ഉള്ളായിരുന്നു. അവിടെ യേശു കർത്താവിൻ്റെ സ്നേഹം, അവിടെ ദൈവത്തിൻ്റെ കൃപ വർദ്ധിപ്പിക്കുവേ മാർഗമുള്ളൂ. നമ്മൾ പറയത്തില്ല, ചിലപ്പം കുഞ്ഞുങ്ങളെ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ, നമ്മുടെ വശത്താക്കിയെടുക്കണമെങ്കിൽ അവരെ വഴക്ക് പറഞ്ഞ് അടിച്ച് ഒന്നും നമ്മളുടെ വശത്ത് കിട്ടത്തില്ല. പക്ഷെ അവരോടൊന്ന് സ്നേഹമായിട്ട് ഇടപെടുമ്പോൾ നമ്മൾ എന്തു പറയുന്നതും ആ കുഞ്ഞുങ്ങൾ ചെയ്യും. ഏത് മനുഷ്യരുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ അവരോട് ദേഷ്യപ്പെട്ട് ചാടിക്കടിച്ച് ചെന്നാൽ അവരാരും ഒന്നും ചെയ്യത്തില്ല. എനിക്ക് എൻ്റെ ഉദാഹരണം അറിയാം. എന്നോട് ആരെങ്കിലും ദേഷ്യപ്പെട്ട് ചാടിയും കടിച്ച് ബഹളവും വെച്ച് ചെയ്താൽ ഞാൻ കുറേ കഴിയുമ്പോൾ ശ്രദ്ധിക്കത്തില്ല, ചെയ്യത്തില്ല. ഞാൻ ആ വ്യക്തിയുമായിട്ട് പിന്നെ ഞാൻ ഇടപെടാൻ പോലും പോകത്തില്ല. പക്ഷെ നേരെ തിരിച്ച് സ്നേഹമായിട്ട് ഇടപെട്ട്, നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ
അവസ്ഥ അങ്ങനെയാണ്, നമ്മളെല്ലാവരും അങ്ങനെയാണ്. നമ്മളൊരു സ്നേഹമായിട്ടൊന്ന് ഇടപെട്ട് എത്ര കഠിനമായ കാര്യമാണെങ്കിലും നമ്മളൊരു സ്നേഹമായിട്ടൊന്ന് ഇടപെട്ട് പറഞ്ഞാൽ നമ്മളതെല്ലാം ചെയ്തെടുക്കും അല്ലേ. എല്ലാ കാര്യങ്ങളും, എല്ലാ കുഞ്ഞുങ്ങളാണേലും പ്രായമായവരാണെങ്കിലും എല്ലാവരും എത്ര കഠിനമായ കാര്യമാണെങ്കിലും സ്നേഹം ഉള്ളിടത്ത് അത് വേഗത്തിൽ ചെയ്യും, പറ്റുന്നതിനപ്പുറം ചെയ്തെടുക്കും. സ്തോത്രം. അപ്പോൾ തിരുവചനം പറയുന്നു പാപം പെരുകി. നിയമം വന്നപ്പോൾ മനുഷ്യരെ ചൂണ്ടിക്കാണിച്ചതേ നിങ്ങൾ പാപികളാണെന്ന്. അപ്പം ആർക്കും ആ നിയമങ്ങളൊന്നും പാലിക്കാൻ പറ്റുന്നില്ല. അവർ നിയമങ്ങളെല്ലാം പൊട്ടിക്കുക. അവരുടെ ചെയ്യുന്ന തെറ്റ് കാരണം, അബദ്ധങ്ങൾ കാരണം നിയമമെല്ലാം അവർ പൊട്ടിക്കുക. പക്ഷേ കർത്താവിൻ്റെ കൃപാകാലത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹത്തിൽ മനുഷ്യരോട് കൃപ പെരുകി. എന്നുവെച്ചാൽ ഈ മനുഷ്യരൊന്നും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കൃപ പെരുകാൻ തുടങ്ങി. ദൈവത്തിൻ്റെ കൃപ പെരുകി. എന്നിട്ട് 21-ാം വാക്യം പറയുന്നു, just as sin ruled over all people and brought them to death, now God's wonderful grace rules instead, giving us right standing with God and resulting in eternal life through Jesus Christ our Lord. ഇവിടെ നമ്മളൊന്ന് ഇച്ചിരി ഫോക്കസ് ചെയ്യാൻ പോയി. 21-ാം വാക്യം വായിച്ച്. പാപം മരണത്താൽ വാണതുപോലെ so just as sin ruled over all people and brought them to death, പാപം എല്ലാ മനുഷ്യരുടെ മേൽ ഭരിച്ചിട്ട് എന്തുകൊണ്ടുവന്നു? മരണം കൊണ്ടുവന്നു. ബിക്കോസ് പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. പാപം ചെയ്ത് ഇങ്ങനെ വരുമ്പം അതിൻ്റെ ഒടുവിൽ മരണം മാത്രമേ ഉള്ളൂ. നിത്യമരണം മാത്രമേ കാണത്തുള്ളൂ. നിത്യജീവനിലേക്ക് കയറാൻ പറ്റത്തില്ല. നരകത്തിലേക്ക് പോകുന്ന റൂട്ടാണ് പാപം ചെയ്യുന്നത്. അപ്പം ഒരു വ്യക്തി അമിതമായി പാപം ചെയ്ത് പോയാൽ അത് തീർച്ചയായിട്ടും നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു റൂട്ടാണ്. പക്ഷേ ഹല്ലേലൂയ, വചനം അവിടെ ഒരു രക്ഷ പറയുന്നു. എന്താണ് പറയുന്നത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപ ഇപ്പം വാഴുന്നു. Now God's wonderful grace rules instead. ഹല്ലേലൂയ. അപ്പം ഒരു വശത്ത് മനുഷ്യൻ നിയമങ്ങൾ, ദൈവമുണ്ടാക്കിയ സകല നിയമങ്ങളും തെറ്റിച്ച് അതെല്ലാം ലംഘിച്ച് ഇനിയും നാശമേ ഉള്ളൂ അല്ലെങ്കിൽ ഇനി നരകമേ ഉള്ളൂ എന്ന് പറഞ്ഞു നിൽക്കുന്നിടത്ത് ദൈവത്തിൻ്റെ കൃപ പെരുകിയിട്ട് ദൈവത്തിൻ്റെ കൃപ റൂൾ ചെയ്യാൻ തുടങ്ങി, വാഴാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഗോഡ്സ് ഗ്രേസ് റൂൾസ്. ദൈവത്തിൻ്റെ കൃപ വാണു. എങ്ങനെയാ? എല്ലാത്തിൻ്റെയും മേൽ, എല്ലാവരുടെയും മേൽ വാണു. ഇറ്റ് റൂൾസ് ഓവർ എവ്രിതിങ് ആൻഡ് എവ്രി വൺ. എല്ലാവരെക്കാട്ടിലും വലുതായിട്ട്, എല്ലാ സാഹചര്യത്തിനെക്കാട്ടിലും വലുതായിട്ട്, എല്ലാ പാപശിക്ഷയെക്കാട്ടിലും വലുതായിട്ട് കൃപ വാണു. ഹല്ലേലൂയ. കൃപ വാണ്. എന്നിട്ട് എന്ത് ചെയ്തു ഈ കൃപ? നമുക്ക് നേരായ ഒരു നടപ്പ് തന്നു. ഇറ്റ് ഗേവ് us a right standing with God. ദൈവസന്നിധിയിൽ ക്രിസ്തുവിൻ്റെ ഈ കൃപ നമ്മളെ നീതിമാന്മാർ എന്ന് ഡിക്ലെയർ ചെയ്തെന്ന് പറഞ്ഞാൽ പാപികളായിരിക്കുമ്പോൾ തന്നെ യേശുവിനെ കുറിച്ച് കേട്ട് യേശുവിനെ അംഗീകരിച്ചു. ഇത് പറയുന്നത് ശരിയാണല്ലോ, യേശു ദൈവമാണല്ലോ എന്ന് ഇത്രയുമേ ഒന്ന് ചിന്തിച്ചുള്ളൂ. ചിന്തിച്ചപ്പോഴത്തേക്ക് ദൈവം പറഞ്ഞു, ഓ, യേശുവിൻ്റെ നാമത്തിൽ ചിന്തിച്ചു, ഇത്രത്തോളം ചിന്തിച്ചു, ശരി, നീതിമാനായി. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ ആരാധനയ്ക്ക് വരുന്ന, നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഇതുവരെയായിട്ടും നമ്മൾ പുറമേ നോക്കുമ്പം സ്നാനപ്പെട്ടിട്ടില്ല, 10% ആയിട്ടുള്ളൂ. പക്ഷേ നിങ്ങളുടെ കൂടെ ആരാധനയ്ക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ട് ആ വ്യക്തി ആരാധനയ്ക്ക് വരുന്നുണ്ട്. ആരാധനയ്ക്ക് വന്നിട്ട് അവിടെ കേൾക്കുന്ന വചനം അകത്തിങ്ങനെ മെല്ലെ മെല്ലെയാണ് കയറുന്നത്. പക്ഷെ അത് കയറുന്നതൊക്കെ ശരിയാ, കറക്റ്റാ എന്ന് പറഞ്ഞിരിപ്പുണ്ടോ? ഹല്ലേലൂയ. അംഗീകരിച്ചോ? ഇത് കേൾക്കുന്ന സത്യമാ. പുറമേ നമ്മളൊന്നും കാണുന്നില്ലായിരിക്കും, പുറമേ ഒരു മാറ്റവും കാണുന്നില്ലായിരിക്കും. പക്ഷെ വന്ന് ഓരോ ആഴ്ചയും
വചനം കേട്ടിട്ട് അത് ശരിയാണല്ലോ എന്ന് പറയുന്നുണ്ടോ? എന്നാൽ ദേ ഈ വചനം പറയുന്നു, കൃപ അവിടെ ഭരിക്കും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപ ഈ വ്യക്തിയെ ഇനിയും കൈവിടത്തില്ല. ഹല്ലേലൂയ. there is hope. ഹല്ലേലൂയ. ഈ വ്യക്തിയെ ഇനി ഒരിക്കലും പിശാചിൻ്റെ വായിക്കകത്തേക്ക് വിട്ടുകൊടുക്കത്തില്ല, നാശത്തിലേക്ക് വിട്ടുകൊടുക്കത്തില്ല. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ നോക്കുമ്പം വലിയ കയ്യടി കാണത്തില്ലായിരിക്കും, വലിയ ഹല്ലേലൂയ സ്തോത്രം ഒന്നും പറഞ്ഞ് കൈ ഉയർത്തുന്നില്ലായിരിക്കും. ഒരുപാട് സമയം ഇരുന്ന് ബൈബിൾ വായിക്കകത്തുനിന്ന് ബൈബിളിൻ്റെ വാക്യം മാത്രം പറയുന്ന ഒന്നും കാണത്തില്ലായിരിക്കും. പക്ഷേ ആഴ്ചതോറും വന്നിട്ട് അവിടെ കേൾക്കുന്ന വചനത്തിന് യെസ് ശരിയാ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടോ? അല്ലേ, ഞാൻ 100 വട്ടം പറയട്ടെ, ദേണ്ട് ഈ വചനം പറയുന്നു, ഗോഡ്സ് ഗ്രേസ് റൂൾസ്. ദൈവത്തിൻ്റെ കൃപ ഭരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപ ഭരിച്ചിട്ട് ഈ വ്യക്തിയെ നോക്കിയിട്ട് സ്വർഗം പറയുക, എൻ്റെ പുത്രൻ്റെ നാമത്തിൽ ഇവൻ വന്നല്ലോ, ഇവൻ വചനം കേൾക്കുന്നല്ലോ, ഇവൻ ഹല്ലേലൂയ, ഇവൻ്റെ സകല പാപവും മാറി, ഇവൻ നീതിയായി. നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല ദൈവം ചിന്തിക്കുന്നേ. നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ. നമ്മൾ ചിന്തിക്കുന്നത് പോലെയും അല്ല ദൈവം ചിന്തിക്കുന്നേ. ദൈവം അതിവിശാലമായ മനസ്സുള്ള ഒരു ദൈവമാണ്. ദൈവം മഹാകരുണയുള്ള ഹൃദയമുള്ള ഒരു ദൈവമാണ്. അല്ലെ, ദൈവം നമ്മൾ പറയും, നമ്മളൊരു വ്യക്തിയെ നോക്കിയിട്ട് പറയും എത്ര നാളായി എന്ന് നമ്മൾ പറയും. പക്ഷെ ദൈവം പറയും, എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താതെ ഞാൻ പോകത്തില്ല. എന്താന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം രൂപത്തിലും ഛായയിലും ഇവനെ സൃഷ്ടിച്ചത്, എൻ്റെ ആത്മാവ് ഇവൻ്റെ അകത്തിട്ട് കൊടുത്തിരിക്കുന്ന, ഇവൻ നശിച്ചു പോകാൻ പറ്റത്തില്ല. ഗോഡ്സ് ഗ്രേസ് റൂൾസ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപ പെരുകുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ പെരുകി നമ്മളെ ദൈവസന്നിധിയിൽ നീതിമാന്മാരാക്കി നിർത്തി നമുക്ക് നിത്യജീവൻ അവകാശമായി തന്നു. ഹല്ലേലൂയ. കണ്ട ആ വാക്യം, റോമരുടെ ലേഖനം 5:21. So just as sin ruled over all people and brought them to death, now God's wonderful grace rules instead. മരണത്തിന് പകരം ഹല്ലേലൂയ ദൈവത്തിൻ്റെ മഹാകൃപ ഇപ്പം ഭരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. സോ ഞാൻ വേറൊരു ട്രാൻസ്ലേഷൻ വായിക്കാം, NKJV ട്രാൻസ്ലേഷൻ വായിക്കാം. ഇതിങ്ങനെ പറയുന്നു, ബട്ട് where sin abounded, grace abounded much more, so that as sin reigned in death, even so grace might reign through righteousness to eternal life. കണ്ടോ? അപ്പം എവിടെ പാപം ഭരിച്ചു അവിടെ ഹല്ലേലൂയ കൃപയ്ക്ക് വാഴാൻ പറ്റും. അപ്പം കൃപ വാഴുക എന്ന് പറഞ്ഞ് കൃപ വാഴുക. അല്ല, കൃപ വെറുതെ അവിടെ ഇരിക്കുക അല്ല, കൃപ അവൈലബിൾ ആണെന്ന് പറയുവല്ല, കൃപ വാഴുക എന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ കൃപ വാഴുക, എൻ്റെ പ്രിയപ്പെട്ട ഇന്ന വ്യക്തിയുടെ ജീവിതത്തിൽ കൃപ വാഴുക. ഹല്ലേലൂയ. കൃപ വാണ് നമ്മളെ ഹല്ലേലൂയ കർത്താവിൻ്റെ വഴിയെ കൊണ്ട് നിർത്തുക. സ്തോത്രം. നമ്മൾക്ക് ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ, ഇന്ന് നമ്മളൊക്കെ ക്രിസ്തുവിലായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദിനംതോറും വചനം കേട്ട് വചനം ധ്യാനിച്ച് കർത്താവ് നമ്മളോടൊക്കെ സംസാരിക്കുന്ന ഒരു കൂട്ടം, ഒരു പക്ഷേ എല്ലാവരോടും ഇല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരോട് കർത്താവ് ഇങ്ങനെ ഇടപെട്ട് ദിനംതോറും വിശുദ്ധിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുക. നമ്മളെല്ലാവരും അങ്ങനെയാണ്. കർത്താവ് ദിനംതോറും നമ്മളോടൊക്കെ സംസാരിക്കുന്നവരാ. പലവരും പറയും, ഞാൻ ദൈവത്തിൻ്റെ ശബ്ദം ഒന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാലും കർത്താവ് തീർച്ചയായിട്ടും പല ആലോചനകൾ വഴിയോ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളെ വിശുദ്ധ ജീവിതത്തിൽ നയിക്കുക. നമ്മൾ പലവരും ഈ വിശുദ്ധ ജീവിതത്തിൻ്റെ ഓട്ടത്തിൽ പല സ്റ്റേജിൽ, പലവർ അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ്, പലവർ തുടക്കത്തിലാണ്. പക്ഷേ എന്താണേലും എങ്ങനെയാണേലും കർത്താവ് നമ്മളോടൊക്കെ സംസാരിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും കർത്താവ് സംസാരിക്കുന്നുണ്ട്. എങ്ങനെയാണ് കർത്താവ് ഇടപെടുന്നത്? സംസാരിക്കും, എങ്ങനെയെങ്കിലും ഇടപെടുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ വിശുദ്ധ ജീവിതത്തിനകത്തുള്ള ഓട്ടം ഒരു ഏണി കയറുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു മല കയറുന്നത് പോലെ. നമ്മൾ കുറേ കയറി കഴിയുമ്പോൾ നമ്മൾ തളർന്ന് നമ്മൾ താഴെ വീഴും, അല്ലെങ്കിൽ പുറമോട്ട് പോകും. ഈ എക്സസൈസൊക്കെ ചെയ്യുന്നൊരു ഓട്ടത്തിനൊക്കെ, അല്ലെങ്കിൽ ദിവസവും തടിയൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഓട്ടം ഓടുന്നവരും നടക്കാൻ പോകുന്നവരോടും ഒക്കെ ചോദിച്ചാലറിയാം. ചില ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയും, ഇന്ന് എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ നടക്കാൻ പോകുന്നില്ല.
ഞാൻ അനുഭവിക്കാറുണ്ട്. രാവിലെ ചില ദിവസം എഴുന്നേറ്റിട്ട് ഞാൻ പറയും, ഇന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറയും, ഇന്ന് എനിക്ക് നടക്കാൻ വയ്യ, ഞാൻ പോകത്തില്ല. അപ്പോൾ അവിടെ നിന്നിട്ട് എൻ്റെ മമ്മി പറയും, ഇല്ലില്ല പറ്റത്തില്ല, നീ ഇന്ന് നടന്നേ പറ്റൂ, നീ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവത്തില്ലെന്ന് പറയും. അപ്പം വലിച്ച് ബഹളം വെച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എൻ്റെ അന്നത്തെ മടി അങ്ങെടുത്ത് മാറ്റും. അല്ലേ, കർത്താവിൻ്റെ കൃപയും ഇങ്ങനെയാ. സ്തോത്രം. നമ്മൾ പറയും എന്നെക്കൊണ്ട് പറ്റത്തില്ല കർത്താവ് എന്ന് പറയുമ്പോൾ കർത്താവ് പറയും, നോ വെയിറ്റ്, എൻ്റെ കൃപ നിൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ ശക്തി നിൻ്റെ കൂടെയുണ്ട്, നിനക്കിത് സാധിക്കും കുഞ്ഞെ, നിനക്കിത് ഇങ്ങനെ നിനക്ക് കള്ളം പറയാതെ നിനക്ക് ജീവിക്കാൻ സാധിക്കും, നിനക്ക് തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ സാധിക്കും, നിനക്ക് ഇന്ന് ഇച്ചിരിയും കൂടെ അല്പം കൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റും, നിനക്ക് അല്പം കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. നമ്മളെ എൻകറേജ് ചെയ്യും ദൈവത്തിൻ്റെ കൃപ. നമ്മൾ ഈ മേളിലോട്ടുള്ള ഈ കയറ്റത്തിനകത്ത് ചിലപ്പം 10 സ്റ്റെപ്പ് പുറമോട്ട് വരും, പുറമോട്ട് വീണെന്നിരിക്കാം. പക്ഷേ വീഴുന്നത്, ഞാൻ പറയട്ടെ, കൃപയുള്ളത് കാരണം വീഴുന്നത് കർത്താവിൻ്റെ കൈകളിലോട്ട്. ഹല്ലേലൂയ. നമ്മൾ വീക്കായി പോകുന്നിടത്ത്, നമ്മൾ തളർന്നു പോകുന്നിടത്ത്, ബലഹീനമായി പോകുന്നിടത്ത്, ചിലപ്പം ചില ചിന്തകളും സംസാരങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഉള്ളതുപോലും ആയിരിക്കത്തില്ല. അപ്പം നമ്മൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ, നിയമത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 10 സ്റ്റെപ്പ് പുറമോട്ട് പോയി. പക്ഷേ ഹല്ലേലൂയ, നമ്മളെ ശിക്ഷിക്കാൻ നിൽക്കുന്ന ദൈവമല്ല. നീ തെറ്റിയല്ലോ, നിൻ്റെ കൂടെ ഞാൻ ഇത്രയും 20 വർഷങ്ങളായി നിന്നെ ഞാൻ പഠിപ്പിച്ചെടുക്കുന്നു, എന്നിട്ട് നീ ഇങ്ങനെയാണോ, നീ പോയി നിൻ്റെ മാർക്ക് 10 മാർക്ക് ഞാൻ കുറച്ചു. നോ, അങ്ങനെ പറയുന്ന ദൈവമല്ല. അല്ലേ, നിന്നെ ഞാൻ ഇടിച്ചു പുറത്തിറക്കി വിടും എന്ന് പറയുന്ന ദൈവമല്ല. അവിടാണ് ദൈവത്തിൻ്റെ കൃപ അങ്ങോട്ട് പെരുകുന്നത്. അല്ലേ, നമ്മൾ ആ 10 സ്റ്റെപ്പ് പുറമോട്ട് പോയി എന്ന് കാണുന്നിടത്താണ് ദൈവം യേശു തൻ്റെ കരങ്ങൾ നീട്ടി നമ്മൾ ആ വീഴുന്ന വീഴ്ചയിൽ നമ്മളെ പിടിക്കാനായിട്ട് നമ്മളെ തൻ്റെ മാറോട് ചേർത്ത് വെച്ചിട്ട് കർത്താവ് പറയും, കുഞ്ഞെ എൻ്റെ കൃപ മതി, നിൻ്റെ ഈ ബലഹീനതയ്ക്കകത്ത് എൻ്റെ ശക്തി ഞാൻ നിനക്ക് തരാം, നീ ഒന്നും കൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ, നീ ഒന്നും കൂടെ ഒന്ന് ശ്രമിച്ചേ, നീ ഒന്നും കൂടെ ഒന്ന് മുന്നോട്ട് പോയിക്കേ. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം. മനുഷ്യരാണെങ്കിൽ പറയാം, കണ്ടില്ലേ എത്ര നാളായി പോകുന്നു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, വചനം കേൾക്കുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്, പക്ഷെ ഒരു മാറ്റം പോലുമില്ല, ഇവനൊക്കെ എന്നാണോ നേരെയാകാൻ പോകുന്നത്? മനുഷ്യർ പറയും അല്ലേ. പക്ഷെ കർത്താവ് പറയും, എൻ്റെ കുഞ്ഞെ, എൻ്റെ കൃപ നിൻ്റെ കൂടെ ഉണ്ട്. അതാ പൗലോസ് അപ്പോസ്തലൻ ചോദിച്ചപ്പം ദൈവം പറഞ്ഞത്, എൻ്റെ കൃപ മതി, നിൻ്റെ ബലഹീനതയ്ക്കകത്ത് എൻ്റെ കൃപ മതി. എവിടാണോ നമ്മൾ ബലഹീനരാണെന്ന് തോന്നുന്നത്, നമ്മളുടെ മക്കളെ ശാസിക്കുന്നിടത്ത് നമ്മൾ ബലഹീനരാണോ, നമ്മൾക്ക് പറ്റുന്നില്ലയോ, നമ്മൾക്ക് അവരെ കർത്താവിനോട് പറയാം, കർത്താവേ ആ കൃപ എനിക്ക് വേണം. ഹല്ലേലൂയ. ഞാൻ ചിലപ്പം ദേഷ്യപ്പെടുമായിരിക്കും, കൂടുതൽ ദേഷ്യപ്പെടുമായിരിക്കും, കർത്താവേ അങ്ങയുടെ കൃപ വേണം. ചിലപ്പോൾ ഒട്ടും ദേഷ്യപ്പെടത്തില്ലായിരിക്കും, കർത്താവേ അങ്ങയുടെ കൃപ എനിക്ക് വേണം. ഈ കൃപയ്ക്കകത്ത് നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു സ്നേഹമുണ്ട്. ഹല്ലേലൂയ. നമ്മളെ നേരെയാക്കുന്ന, അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയാണെങ്കിലും നേരെയാക്കുന്ന ദൈവം നമ്മളെ ജഡ്ജ് ചെയ്യാൻ നിൽക്കുന്ന ഒരു ദൈവമല്ല, നമ്മളെ ന്യായം വിധിക്കാൻ നിൽക്കുന്ന ദൈവമല്ല. തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ടൈറ്റസ് chapter 3 verse number 6, he generously poured out the Spirit upon us through Jesus Christ our Savior. അളവില്ലാതെ ധാരാളമായി തൻ്റെ ആത്മാവിനെ യേശുക്രിസ്തു മുഖാന്തരം നമ്മളുടെ മേൽ ഒഴുക്കിയെന്ന്. എന്നുവെച്ചാൽ പിശുക്കനല്ല ദൈവം. അല്ല, തൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ്, നമ്മൾ ആദ്യം വചനം കേട്ട് യെസ് ശരിയാ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നമ്മളുടെ അകത്ത് വന്നിട്ട് നമ്മളുടെ അകത്ത് കൃപയിട്ട് നമ്മളെ സത്യമായ വഴിയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുക. ഒന്ന് തിരിഞ്ഞു നോക്കിക്കുക. അങ്ങനെയല്ലേ ദൈവം നമ്മളെയൊക്കെ നടത്തിയത്? എന്തുമാത്രം തെറ്റ് ചെയ്തു, എന്തുമാത്രം കുറ്റം പറഞ്ഞു, എന്തുമാത്രം പിറുപിറുത്തു, എന്തുമാത്രം ദൈവത്തിൻ്റെ ആ ലിസ്റ്റ് ഒന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും നമ്മളെ കറക്റ്റ് ആയിരിക്കത്തില്ല. എന്ന് ആരെങ്കിലും പറയുക, ഇല്ലില്ല എന്നെ നോക്കിയാൽ കർത്താവ് പറയും ഞാൻ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. ഹല്ലേലൂയ. പക്ഷേ സാധാരണ മനുഷ്യരാണെങ്കിൽ യേശുവിൽ വന്നിട്ടും പല വട്ടവും എവിടെയെങ്കിലുമൊക്കെ ലംഘിച്ചു പോയിട്ടുണ്ട്, കുറ്റം പറഞ്ഞിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്, ഇത് പറഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ട്. ദൈവം ചവിട്ടി പുറത്താക്കിയോ? ദൈവം നശിപ്പിച്ചു കളഞ്ഞോ? ഇല്ല. ദൈവത്തിൻ്റെ കൃപ പെരുകി. ആ ബലഹീന അവിടെ പരിശുദ്ധാത്മാവ് ഒരു ദിവസം അങ്ങനെ പറഞ്ഞു, കാണിച്ചു തന്നോ, നീ ഇന്ന് ഇത്രയും കുറ്റം പറഞ്ഞല്ലോ കുഞ്ഞെ, എന്തിനാ നീ അങ്ങനെ കുറ്റം പറഞ്ഞേ? വേണ്ട,
അതങ്ങ് ഉപേക്ഷിച്ചിട്ട് അങ്ങ് മടങ്ങി വാ. അന്നേരം വരും, ഓ കർത്താവേ എന്നോട് ക്ഷമിക്കണം, ഞാൻ അങ്ങനെ പറഞ്ഞു അല്ലേ. കൃപ പെരുകി കർത്താവ് വീണ്ടും സ്നേഹത്തിൽ മടക്കിയെടുക്കുക. തിരുവചനം പറയുന്നു, ഗോഡ്സ് വണ്ടർഫുൾ ഗ്രേസ് റൂൾസ്. റോമർ 5:21. ദൈവത്തിൻ്റെ കൃപ ഭരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപ ഭരിച്ച് നമ്മളെ നിത്യജീവനകത്തേക്ക് നമ്മളെ മടക്കിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരം നമ്മളെ പിടിക്കാൻ, നമ്മളെ താങ്ങി നിർത്തുവാൻ, നമ്മുടെ ഈ ആത്മീയ യാത്രയ്ക്കകത്ത് എവിടെയെങ്കിലുമൊക്കെ ബലഹീനരായി പോകുമ്പോൾ ബലപ്പെടുത്താൻ നിൽക്കുന്ന പരിശുദ്ധയാത്മാവ്, നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കൃപ. ഹല്ലേലൂയ. ഞാൻ തീർച്ചയായിട്ടും പറയട്ടെ, നമ്മൾ ഈ വചനങ്ങൾ വായിക്കുമ്പോൾ ശരിക്കും അവിടെ ആ വാക്യം നോക്കി, റോമർ 5:21, ഗോഡ്സ് വണ്ടർഫുൾ ഗ്രേസ് റൂൾസ്. ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപ ഭരിക്കുന്നു. ഇന്ന് നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ, ഇന്ന് ഈ ലോകത്ത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപ ഭരിക്കുക. യേശു കർത്താവ് കാഹളം ധ്വനിച്ച് വരുമ്പം പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും. അതുവരെയും ദൈവത്തിൻ്റെ കൃപയുണ്ട്. തെറ്റിയവന് മടങ്ങി ദൈവസന്നിധിയിൽ വരുവാൻ ഇനിയും ചാൻസ് ഉണ്ട്. ഹല്ലേലൂയ. തെറ്റിപ്പോയെങ്കിൽ, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഇനി എന്നെ കൊണ്ട് വയ്യ, ഞാനിനി കർത്താവിൻ്റെ മുഖത്ത് ഞാനിനി എങ്ങനെ നോക്കും? അയ്യോ, ദൈവം മനുഷ്യനല്ല അങ്ങനെയൊന്നും നമ്മളെ നശിപ്പിച്ച് കളയാൻ. തെറ്റിയോ? അവിടെ കർത്താവെ, ഞാൻ തെറ്റിപ്പോയി, കർത്താവെ അങ്ങയുടെ കൃപ എനിക്ക് തരണമപ്പാ, എനിക്ക് മടങ്ങി വരണം, എൻ്റെ ഹൃദയത്തിൽ അങ്ങയുടെ ആ സ്നേഹം ഇട്ട് എന്നെ ഒന്ന് കഴുകിയെടുക്കണം കർത്താവെ. ഹല്ലേലൂയ. അവിടെയാണ് യോഹന്നാൻ്റെ ലേഖനത്തിനകത്ത്, 1 യോഹന്നാൻ്റെ ലേഖനം 4:18 പറയുന്നത്, ഇങ്ങനത്തെ സ്നേഹത്തിന് ഭയമില്ല. ഹല്ലേലൂയ. ഇങ്ങനത്തെ എങ്ങനെ ഈ അഗാപ്പെ സ്നേഹം അനുഭവിച്ച ഒരു വ്യക്തിക്കകത്ത് ഇനിയും ഭയമില്ല. അവൻ പറയും, എൻ്റെ അപ്പനാ, അപ്പാ ഞാൻ അവിടെ തെറ്റിപ്പോയി, എന്നെ ഒന്ന് വീണ്ടെടുക്കുന്നതിനായി സ്തോത്രം, ഞാൻ ഇനിയും തെറ്റിക്കത്തില്ല കർത്താവേ, അവിടെ കൃപയോ എനിക്കൊന്നിടണം, ഇവിടെ ഞാൻ തെറ്റിയപ്പാ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് മടങ്ങി വരുന്നിടത്ത് കർത്താവ് പറയും, കുഞ്ഞെ എൻ്റെ കൃപ നിൻ്റെ അകത്തേക്ക് ഇട്ടിരിക്കുക, ഇനിയും നീ അടുത്ത തവണ ഇങ്ങനെ ചെയ്യാതെ ഞാൻ നിന്നെ അങ്ങയുടെ എൻ്റെ കൃപയും കൊണ്ട് നിറയ്ക്കാം. ഹല്ലേലൂയ. വീണ്ടും തെറ്റിപ്പോകാനല്ല, പക്ഷെ എവിടെയെങ്കിലും പിന്നെയും തെറ്റിപ്പോയാൽ അവിടെ മടങ്ങി വരണം, അവിടെ ദൈവസന്നിധിയിൽ മടങ്ങി വരണം. ഇവിടെ കൃപ പെരുകുക. വീണ്ടും ആ തെറ്റിനകത്ത്, പാപത്തിനകത്ത് വീഴാതെ വണ്ണം തൻ്റെ മാറോട് ചേർത്ത് വെക്കുന്ന ഒരു ദിവ്യ സ്നേഹം അനുഭവിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. എന്താ വചനം പറഞ്ഞത്? ദൈവത്തിൻ്റെ കൃപ ഭരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാ നമ്മളെ വീണ്ടും വീണ്ടും ആ പാപത്തിനകത്തേക്ക് വിട്ടുകൊടുക്കാത്തത്, വീണ്ടും വീണ്ടും ആ തെറ്റിനകത്തേക്ക് വിട്ടുകൊടുക്കാത്തത്. എവിടെ നമ്മൾ ദൈവത്തിനോട് നമ്മൾ വിട്ടു തുറന്ന് പറയുന്നു, കർത്താവെ എൻ്റെ അകത്ത് ആ ബലഹീനതയുണ്ട്, എനിക്ക് പറ്റുന്നില്ല കർത്താവെ. ഹല്ലേലൂയ. അവിടെ ദൈവത്തിൻ്റെ കൃപ പെരുകിയിട്ട് നമ്മളെ ആ പാപത്തിൻ്റെ തെറ്റിൻ്റെ അവസ്ഥയിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കും. ഹല്ലേലൂയ. എന്താണെന്ന് വെച്ചാൽ കൃപ ഭരിക്കുക എന്ന് പറഞ്ഞ്, കൃപ ഭരിക്കുക, കൃപ ഭരണം ചെയ്യുക. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ കൃപ ഭരണം ചെയ്യുക. മനുഷ്യർ കാണുന്നത് പോലെയല്ല ദൈവം കാണുന്നത്. മനുഷ്യനായിരുന്നുവെങ്കിൽ ദൈവം എന്നെ നമ്മളെ ഓരോരുത്തരെയും നശിപ്പിച്ച് കളഞ്ഞേനെ അല്ലേ. അതിനല്ലാത്തതിനാൽ സ്തോത്രം. ദൈവം കൃപയുള്ളവനും ആയവനും മനസ്സലിവുള്ള ദൈവമായതിനാൽ ഹല്ലേലൂയ. എത്രയോ നന്ദി കർത്താവിന്. സ്തോത്രം. ഇന്ന് ഈ കർത്താവ് കാണുന്നത് പോലെ നമുക്കൊന്ന് മനുഷ്യരെ കാണാൻ സാധിക്കുമോ? നമുക്കങ്ങനെ കാണാൻ സാധിക്കുമെങ്കിൽ കുടുംബജീവിതങ്ങളും കൂട്ടായ്മകളും ഒക്കെ എത്ര അനുഗ്രഹിക്കപ്പെട്ടതായി തീരും. കർത്താവിന് മഹത്വം. എന്ന് പറഞ്ഞ് കൃപ ഭരണം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. നീതിമാനായ ദൈവമാ, സ്നേഹമുള്ള കർത്താവാ നമ്മളുടെ ദൈവം. വിധിച്ച് നിൽക്കുന്നവനല്ല കർത്താവ്. ഇനിയും വരും, വിധിക്കാനായിട്ട് വരും. പക്ഷേ ദൈവം ഇന്നും കൃപയുള്ളവനും കരുണ നിറഞ്ഞവനുമാ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഈ സ്നേഹം കർത്താവെ ഹല്ലേലൂയ ഓരോരുത്തരുടെയും ഹൃദയത്തിനകത്ത് വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ. സ്തോത്രം.